ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്നാർച്ച് ഗ്രാഫ്റ്റിങ്ങിൻ്റെ റിവ്യൂ വീഡിയോയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് വീഡിയോ ചിത്രീകരിക്കുന്നതിനായി വളരെ പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ദൃശ്യങ്ങൾ എത്രത്തോളം ക്ലിയറായി കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും പരമാവധി വ്യക്തതയോടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഏകദേശം 4 മാസം മുമ്പ് ഞാൻ ചെയ്തു വെച്ച ഒരു ഗ്രാഫ്റ്റിംഗ് ആണ്. ഒരു വലിയ മാവിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒട്ടിച്ചേർന്നതിന് ശേഷം മുകളിലോട്ടുള്ള ഭാഗം വളരെ നന്നായി വളർന്നു വന്നിട്ടുണ്ട്. ഈ വലിയ മാവിൽ നിന്നും ആവശ്യത്തിന് ന്യൂട്രിയൻസുകൾ മുകളിലേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഭാഗം നന്നായി വണ്ണം വെച്ചിരിക്കുന്നത്. സാധാരണയായി ഇന്നാർച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒട്ടിച്ചേർന്ന ഭാഗത്തു നിന്ന് മുകളിലോട്ട് നല്ല രീതിയിൽ വണ്ണം വെക്കുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഈ ഗ്രാഫ്റ്റിംഗ് പൂർണ്ണമായും നന്നായി ഒട്ടിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത ഭാഗത്തു നിന്ന് താഴെയുള്ള കവർ നമ്മൾ മുറിച്ചു മാറ്റുകയാണ്. ഈ പ്ലാസ്റ്റിക് ബാഗ് മാറ്റുന്നതോടുകൂടി ഈ മാവിൻ്റെ മുകളിലുള്ള ബ്രാഞ്ച് വളരെ വേഗത്തിൽ വളരും. കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പുതിയ തൊലികൾ വന്ന് ഈ ഭാഗം പൂർണ്ണമായി മൂടിക്കഴിയും. ഇതായി ഇപ്പോൾ നമ്മൾ ഈ ബാഗ് പൂർണ്ണമായും മുറിച്ചു മാറ്റി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം. ഈ ഒരു വലിയ മാവിൽ ഞാൻ 2 ഇനങ്ങളാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത്. ഒന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട കാറ്റിമോൺ മാവും മറ്റൊന്ന് നമ്മുടെ നാടൻ കുളമ്പ് മാവുമാണ്. ഇതിൽ കാറ്റിമോൺ മാവിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം കാണാം. ഇതിനകം തന്നെ ചെറിയ മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് വിജയിച്ചു എന്ന് കാണിക്കുന്നതാണ് ഈ കുഞ്ഞു മാങ്ങകൾ. ഇതുപോലെ കായ്ക്കാത്ത വലിയ മാവുകളെ ഇന്നാർച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് മൾട്ടി ഗ്രാഫ്റ്റിംഗ് വഴി മാറ്റിയെടുക്കുകയാണെങ്കിൽ ഒരേ മാവിൽ തന്നെ പലതരം മാങ്ങകൾ പല സമയങ്ങളിലായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ചെറിയ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുമെന്ന് കരുതുന്നു. നന്ദി.